എൻ്റെ പേര് വിജീഷ് വിജയൻ. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കക്കോടി ചെറുകുളം സ്വദേശിയാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വളരെ ആകസ്മികമായിട്ട് കടന്നു വന്നതാണ്. അത് പറഞ്ഞ പോലെ തന്നെ നിലവിലൊരു ഇൻഷുറൻസ് മേഖലയിലായിരുന്നു ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ, നമ്മുടെ ഡബിൾ ITC ലീഡറായ, നമ്മുടെ അഹങ്കാരമായ, നമ്മുടെ അഭിമാനമായ മിസ്റ്റർ ബെന്നി സാറാണ് ആദ്യമായിട്ട് ഈ അവസരത്തിലേക്ക് എന്നെ കൈപിടിച്ചുകൊണ്ടിരുന്നത്. താല്പര്യമുണ്ടായിട്ട് വന്നതല്ല, പക്ഷെ പറഞ്ഞത് നമ്മുടെ ബെന്നി സാറാണ്. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. ബെന്നി സാറുമായിട്ടുള്ള ആത്മബന്ധമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ കൊണ്ടുവരാനുള്ള കാരണം. എന്തായാലും നിലവില് നമ്മളെല്ലാവരെയും പോലെ തന്നെ ഇതിന്റെ സ്കോപ്പ് എന്താന്ന് പഠിച്ചിട്ട് വന്ന വ്യക്തിയല്ല. നമ്മളെല്ലാവരും ഒരുപക്ഷെ അങ്ങനെ വന്ന ആളുകളായിരിക്കും. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈലിനോ ഇതിന് ഇത്രയും സാധ്യത ഉണ്ടെന്നൊന്നും മനസ്സിലായിട്ട് വന്നതല്ല. വളരെ അവിചാരിതമായിട്ട് കടന്നു വന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് മീറ്റിങ്ങുകളും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കി തരാൻ സഹായിച്ചു. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ സാധിച്ചു എന്നതാണ് ഈ ഒരു ബിസിനസ്സിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ മോർണിംഗ് മീറ്റില് ഏകദേശം ഇപ്പോൾ 160-170 പേരോളം ഈ മീറ്റിങ്ങിലുണ്ട്. ഈ 170 പേരിൽ ഒരു 80% ആളുകളും ഇന്ന് പാർട്ട് ടൈമേഴ്സ് ആയിരിക്കും. അപ്പോ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബിസിനസ് പാർട്ട് ടൈം ചെയ്യുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് മാറുക. എനിക്ക് ഈ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് എനിക്ക് എത്രയും ഫാസ്റ്റ് ആയിട്ട് ഫുൾ ടൈം ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, സാറേ ഫുൾ ടൈം ചെയ്യാൻ സമയമായിട്ടുണ്ടോ, വലിയ ടീമൊക്കെ ആയിട്ട് ഫുൾ ടൈം ആയാൽ പോരെ, നല്ല വരുമാനമൊക്കെ ആയിട്ട് ഫുൾ ടൈം ആയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ആദ്യത്തെ ഒരു വർഷം പാർട്ട് ടൈം ആയിട്ട് ചെയ്ത സമയത്ത് ഇന്നത്തെ സാഹചര്യമല്ല അന്നത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 8 വർഷങ്ങൾക്ക് മുന്നേയുള്ള സാഹചര്യമല്ല ഇന്ന് MI ലിസ്റ്റിലേക്ക് കടന്നു വരുന്ന ഒരു സാധാരണ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടാവുന്നത്. ഒരുപാട് അനുകൂലമായ സാഹചര്യമുണ്ട്. ഞങ്ങളൊക്കെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. ആ പ്രതികൂലമായ സാഹചര്യമായിട്ട് പോലും എനിക്ക് ഏകദേശം ATC അല്ലെങ്കിൽ TTC കഴിഞ്ഞ ഉടനെ തന്നെ ഫുൾ ടൈം ആവാനൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ ബിസിനസ് ഒരിക്കലും പാർട്ട് ടൈം ചെയ്യേണ്ട ബിസിനസ് അല്ല, ഫുൾ ടൈം ചെയ്യേണ്ട ബിസിനസ്സാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫുൾ ടൈം ചെയ്യാൻ സാധിക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മുടെ വളർച്ച എളുപ്പത്തിലാവുന്നതാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഈ മോർണിംഗ് മീറ്റിൽ കയറിയ എല്ലാ ലീഡേഴ്സിനോടും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ നിരവധി പ്രോഗ്രാമുകളിലേക്ക് നിർബന്ധ ബുദ്ധിയോട് കൂടി പോയ വ്യക്തിയാണ്. കാരണം ഒരുപാട് ഞായറാഴ്ചകൾ തോറും കോഴിക്കോട് പ്രോഗ്രാമുകൾ ഉണ്ടാകുന്ന സമയത്ത് ബെന്നി സാർ എന്നെ സ്ഥിരമായിട്ട് വിളിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഫംഗ്ഷൻസും ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. അങ്ങനെ എന്താ പറയാ, ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഞാനൊക്കെ ഈ പ്രോഗ്രാമിന്റെ ട്രെയിനിങ്ങിനൊക്കെ പോയത്. എന്തായാലും ട്രെയിനിങ്ങിന് പോകാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഓരോ ആഴ്ചയിലും ട്രെയിനിങ്ങിന് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല എന്നുള്ള. നമുക്ക് എത്ര കഴിവുള്ള ആളായിക്കോട്ടെ, നമുക്ക് എത്ര കാലിബറുള്ള ആളായിക്കോട്ടെ, പക്ഷെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ബേസ്ഡ് ബിസിനസ്സാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ മോർണിംഗ് മീറ്റിൽ കയറുന്നു. എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ GTS പങ്കെടുക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ GTS പങ്കെടുക്കുന്നു. നിരന്തരമായ പ്രോഗ്രാമുകളിലൂടെ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഒരു തിരിച്ചറിവാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. ഒരുപക്ഷെ നമുക്കറിയാം, നമുക്ക് ഇന്ന് പല ആളുകളും, ഇന്ന് പല കഴിവുള്ള ആളുകളും, നല്ല പ്രതിഭയുള്ള പല ആളുകളും ഇന്ന് MI ലൈഫ് വിട്ടുപോയിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? ഇന്ന് പല ആളുകളും വിട്ടുപോയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ അവർ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല. അവർ വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് നിരന്തരമായിട്ട് നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ്. ഹലോ, അപ്പൊ ഞാൻ വീണ്ടും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറയാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല കഴിവുണ്ടാവും, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും, നിങ്ങൾക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവും, നാട്ടിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ആളുകളായിരിക്കും, നിങ്ങൾ നല്ല ഫാമിലിയിൽ ജനിച്ച ആളുകളായിരിക്കും, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഗ്രാമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര കഴിവുള്ള ആയിക്കോട്ടെ, നിങ്ങൾ എന്നാണ് പ്രോഗ്രാം വിച്ഛേദിക്കുന്നത്, പ്രോഗ്രാമിൽ കയറാതാവുന്നത്, പ്രോഗ്രാമിൽ നിന്ന് മാറി നിൽക്കുന്നത്, അന്ന് മുതൽ നമ്മൾ പിറകോട്ട് പോകുന്നതാണ്. ബെന്നി സാർ എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്. കനൽ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കനൽക്കട്ടയിൽ നിന്ന് ഒരു കട്ട എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കത്തിക്കൊണ്ടിരുന്ന എരിഞ്ഞടങ്ങി എന്താ പറയുക, നല്ല ചൂടോട് കൂടി കത്തിയ ഈ ഒരു കനൽക്കട്ട അല്പസമയത്തുള്ള എന്തായി മാറുന്നത്, അത് കരിക്കട്ടയായിട്ട് മാറും. അപ്പൊ നമ്മൾ കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ചൂടുണ്ടാവുകയുള്ളൂ.
നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ചൂടുമില്ലാത്ത കരിക്കട്ടകളായി മാറിപ്പോകും. അതുകൊണ്ട് രാവിലെയുള്ള ഈ മോർണിംഗ് മിറാക്കിളായിക്കോട്ടെ, രാവിലെയുള്ള ഈ എന്താ പറയാ പല ഓൺലൈൻ പ്രോഗ്രാമുകളായിക്കോട്ടെ, നമ്മുടെ GTS പ്രോഗ്രാമുകളായിക്കോട്ടെ, ട്രെയിനിങ് പ്രോഗ്രാമുകളായിക്കോട്ടെ, നിങ്ങൾ എത്രത്തോളം ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിന്ന് കൂടി നിൽക്കുന്നുവോ അതാണ് നമ്മുടെ മൈ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാവരുടെയും ഒരു റിപ്ലൈ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ പ്രോഗ്രാമുകളും 2025 എന്ന് പറയുന്ന പുതിയ വർഷമാണിത്, അതിന്റെ ആദ്യത്തെ മാസമാണിത്. സാറേ, ഞാൻ ഈ വർഷം നമ്മുടെ ടീം നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഞാൻ മാക്സിമം പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഈ മീറ്റിങ്ങിലുണ്ട്? എനിക്കൊന്ന് റിപ്ലൈ തരണം, പമ്പ് തരണം. ആര് റെഡി? കഴിഞ്ഞ 2024 എനിക്ക് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് മിസ്സായിട്ടുണ്ട്. എന്നാൽ 2025 അങ്ങനെയല്ല സാറേ, ഞാൻ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമിലും ഞാൻ പങ്കെടുക്കും എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഈ മീറ്റിങ്ങിലുണ്ട്? കുറെ ആളുകൾ യെസ് പറയുന്നുണ്ട്, കുറെ ആളുകൾ തമ്പ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു പുതിയ വർഷമാണ്. 2024 നമുക്ക് പറ്റിയ എല്ലാ പിഴവുകളും മാറ്റി 2025 നമ്മൾ പുതിയൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ്. ആരും റെഡി? എല്ലാവരും തയ്യാറാണോ? യെസ്, താങ്ക് യു. എല്ലാവരുടെയും റിപ്ലൈ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഏകദേശം 242ഓളം ആളുകൾ ഈ മീറ്റിംഗ് ഉണ്ട്. 242 ആളുകളുടെയും പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ്, ഓഫ്ലൈൻ മീറ്റിംഗ് അല്ല. ഓൺലൈൻ മീറ്റിംഗിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ പോരായ്മയുണ്ട്. അതിൽ ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ഇപ്പൊ ഈ മോർണിംഗ് മീറ്റിൽ ഇരിക്കുന്ന പല ആളുകളും ഇപ്പൊ 242 വരുന്ന 242 വീടുകളിലാണ് ഇരിക്കുന്നത്, വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്, വ്യത്യസ്ത ജില്ലകളിലാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാ ആളുകൾക്കും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിരുന്ന് എന്താ പറയാ വളരെ ഈസി ആയിട്ട് പ്രോഗ്രാം നടത്താൻ പറ്റുന്നതാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിയാണോ തെറ്റാണോ? എന്താ ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്, പല ആളുകളും മീറ്റിങ്ങിൽ കയറും, പക്ഷെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് അവരുടേതായുള്ള പണികളിൽ മുഴുകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എത്ര പേർക്ക് ഇത് എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഗുണവും ദോഷവും ഓൺലൈൻ മീറ്റിംഗിലുണ്ട്. പരമാവധി ആളുകൾ വീഡിയോ ഓൺ ചെയ്ത് വളരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ററാക്ഷൻ ആയിട്ട്, നമ്മളെ പഠിപ്പിക്കാൻ വന്ന മാഷോ ടീച്ചറോ ഒന്നുമല്ല, എന്തുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, എന്റെ ഒരേ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടർമാരെക്കാട്ടും പല ലീഡർമാരെക്കാട്ടും കുറച്ച് മുന്നേ എനിക്ക് ഈ അവസരം തിരിച്ചറിയാൻ സാധിച്ചു എന്ന ഒറ്റ കാര്യമാണ്. ശരിയാണോ? 8 വർഷങ്ങൾക്ക് മുന്നേ എന്റെ കയ്യിലേക്ക് ഈ അവസരം കിട്ടാനും അത് തിരിച്ചറിയാനും അതിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാനും സാധിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള കാരണം. വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മളെല്ലാം ഒരുപോലെയാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, പലപ്പോഴും ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളും നിങ്ങൾ പ്രതികരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പ്രോഗ്രാം നല്ല എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ വളരെ സാധാരണക്കാരൻ ഒരു ഫാമിലിയിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന വരുമാനം, നമ്മളെ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമയത്താണ് എന്റെ കയ്യിലേക്ക് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ മഹത്തരമായ ഒരു ബിസിനസ് ആശയം കയ്യിലേക്ക് വരുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ ശേഷം നേരെ ജോലിയിലേക്ക് കയറിയ വ്യക്തിയാണ് ഞാൻ. കാരണം എന്റെ വീട്ടിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. BCom കംപ്ലീറ്റഡ് ആണ്. BCom കഴിഞ്ഞ സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നെങ്കിൽ ഒരു MBA എടുക്കുക അല്ലെങ്കിൽ ഒരു LLB എടുക്കുക എന്ന ആഗ്രഹമായി എനിക്കുണ്ടായിരുന്നു. പക്ഷെ വീട്ടില് ഇനി മുന്നോട്ടേക്ക് കൊണ്ട് പഠിക്കാൻ പോകാനുള്ള സാഹചര്യം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഡിഗ്രിയോട് കൂടി തന്നെ പഠിപ്പ് സ്റ്റോപ്പ് ചെയ്തു. ബിസിനസിന്റെ ഭാഗമായിട്ട് ബിസിനസ്സിലേക്കല്ല ജോലിയിലേക്ക് ഇറങ്ങി. ഇൻഷുറൻസ് LIC എന്ന് പറയുന്ന മഹത്തരമായ ഒരു കമ്പനിയുടെ അഡ്വൈസറായിട്ട് ഞാൻ തുടങ്ങിയതാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങിയതാണ്. എന്റെ ബ്രാഞ്ചിൽ നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഈ ആശയം ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്, ഒരു ഇൻഡസ്ട്രിയാണ്. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്, ഇൻഡസ്ട്രിയാണ്. എന്തുകൊണ്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നിന്നും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് മാറി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഞാനൊരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ആ ട്രെയിനിങ് എടുത്ത ലീഡർ ചോദിച്ചൊരു ചോദ്യമാണ് എന്നെ ഈ ഒരു മാറ്റത്തിന് വിധേയമാക്കിയത്. അദ്ദേഹം ചോദിച്ച ചോദ്യം എത്രയാണ്? എന്നോട് ചോദിച്ചു, വിജീഷ് എത്ര വർഷമായി ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്തു? ഞാൻ പറഞ്ഞു, സാർ 5 വർഷമായി വർക്ക് ചെയ്തു. ഈ 5 വർഷം വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്ന് 5 മാസം മാറി എന്നാൽ എന്ത് വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് കിട്ടാനാണ്? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വരുമാനം കിട്ടുന്നുണ്ട്, വർക്ക് ചെയ്യാതിരുന്ന ഒന്നും കിട്ടില്ല. ഞാൻ ട്രെയിനോട് തിരിച്ചു പറഞ്ഞു. അപ്പൊ ആ ലീഡർ പറയാണ്, നിങ്ങൾ ഇപ്പൊ കടന്നു വന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയില് 5 വർഷം അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 5 മാസം എല്ലാം വീണ്ടും അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലും
നമ്മുടെ വീട്ടിലോട്ട് വരുമാനം വരും, ഒരു പാസീവ് ഇൻകം കിട്ടും. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആ ഒരു ചോദ്യം, ആ ഒരു ചിന്ത എന്നെ വല്ലാതെ എന്ത് ചെയ്തു, മാറി ചിന്തിക്കാൻ എന്നെ വിധേയമാക്കുന്നുള്ളതാണ്. കാരണം 5 വർഷം പ്രവർത്തിച്ച മേഖലയിൽ നിന്നും 5 മാസം മാറി നിന്നാൽ വരുമാനം കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ ഇനി ഞാൻ എന്തിനാ ഇൻഡസ്ട്രിയിൽ ആ മേഖലയിൽ ഞാൻ തുടരണം? ഈ ഒരു ചോദ്യമാണ് എന്നെ ഡയറക്ട് സെല്ലിംഗിലേക്ക് സീരിയസ് ആക്കിയത്. നമ്മളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ പാർട്ട് ടൈം ആയിരിക്കും, ചിലപ്പോൾ ഫുൾ ടൈം ആയിരിക്കാം. നമ്മൾ ഇതിനു മുന്നേ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്ന് നമ്മൾ 5 മാസമോ 5 ദിവസമോ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ വരുമാനം വരുന്നില്ലെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ തുടരണോ വേണ്ടയോ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ഒരു സീരിയസ് ആയിട്ട് ചിന്തയാണ് എന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് മാറ്റിയത്. 5 വർഷം ഈ ബിസിനസ് ചെയ്താൽ നമ്മളെ കൂടെ ശക്തമായ ഒരു ടീം ഉണ്ടാകുന്നു. ആ ടീം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി നമുക്കൊരു വരുമാനം വരുമെന്ന തിരിച്ചറിവാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആയി ഇറങ്ങാനുള്ള കാരണം. അല്ലാതെ ഇൻഷുറൻസ് മേഖലയിൽ വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ല. ഹലോ, നമ്മൾ നിലവിൽ ചെയ്യുന്ന മേഖലയിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടിയേക്കാം, നമുക്ക് നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടിയേക്കാം, നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോയേക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിയെ നോക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഞാൻ നാളെ എനിക്ക് എന്തെങ്കിലും കാരണവശാൽ ഞാൻ ചെയ്യുന്ന മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ പോയാൽ എന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന എന്റെ ഫാമിലി സേഫ് ആണോ? ഈ ഒരു ചോദ്യം ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന 290 പേരും സ്വന്തമായിട്ട് ചിന്തിക്കണം. ആ ചിന്തയാണ് നമ്മളെ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നത്, അല്ലാതെ ലീഡേഴ്സ് തരുന്ന മോട്ടിവേഷനോ ലീഡേഴ്സിന്റെ വാക്കുകളോ അല്ല. ഹലോ, ആ ഒരു തിരിച്ചറിവാണ് ഞങ്ങളിപ്പോഴുള്ള ലീഡേഴ്സിനെയൊക്കെ ഇതിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനുകൂലമായ ഒരു സാഹചര്യമല്ല. കേരളത്തിൽ എവിടെ ഔട്ട്ലെറ്റ് ഇല്ല, കേരളത്തിൽ കൃത്യമായ പ്രോഗ്രാമുകളില്ല, വിജയിച്ച ലീഡേഴ്സ് ഇല്ല. ഓരോ വ്യക്തികളെടുത്ത് നമ്മൾ ബിസിനസ്സുമായി സമീപിക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ ഓഫീസ് എവിടെയാ? ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ മരിച്ചു പോവോ? ഈ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഹലോ, ഈ ഉൽപ്പന്നം എവിടെ കിട്ടും? ഈ ബിസിനസ്സിൽ ആരെങ്കിലും വിജയിച്ച ആളുകളുണ്ടോ? ആഴ്ചയിൽ 2,10,000 നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് വാങ്ങിച്ച ആളൊന്ന് കാണിച്ചു തരാൻ പറ്റും? ഹലോ, ഈ ബിസിനസ്സിന് നേട്ടം ഉണ്ടാക്കിയത് ആരാണ്? കാറ് വാങ്ങിയ ആരെങ്കിലും ഉണ്ടോ? വിദേശത്ത് പോയ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ആളുകളുടെ ചോദ്യം നേരിട്ട് കൊണ്ടാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തത്. അന്നൊക്കെ ഞങ്ങൾ പറയുന്ന കാര്യം, ഞങ്ങളെ കമ്പനിയും ഞങ്ങളെ ബിസിനസ് ഞങ്ങളെ ലീഡേഴ്സ് ഒക്കെ ഞങ്ങൾ പറയുന്ന കാര്യം, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക. ആഴ്ചയിൽ 2,10,000 രൂപ വാങ്ങുന്ന ലീഡേഴ്സ് ഈ ബിസിനസ്സിൽ വരും. നമ്മുടെ കമ്പനിയുടെ ഓഫീസ് കേരളത്തിൽ വരും. ഹലോ, ഈ ബിസിനസ്സിലൂടെ വലിയ കാറുകൾ വാങ്ങുന്ന ആളുകൾ നാളെ ഈ ബിസിനസ്സിൽ വരും. ആഴ്ചയിൽ 2,10 വാങ്ങുന്ന ആളുകൾ ഈ ബിസിനസ്സിൽ വരും. വന്നു എന്നല്ല പറഞ്ഞത്, വരും കിട്ടും എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്തു. ഹലോ, എന്നാൽ ഇന്ന് കടന്നു വരുന്ന ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും സീലിംഗ് അച്ചീവറെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോണ്ട, ഡൽഹിയിലോട്ട് പോണ്ട, താമരശ്ശേരി പോയാൽ മതി. അല്ലെങ്കിൽ ഇന്ന് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ലീഡർ തന്നെ ആഴ്ചയിൽ 2,10 വാങ്ങിച്ച ആളാണ്. യെസ് ഓർ നോ? ഇന്നൊരു കാർ അച്ചീവറെ കാണാൻ വേണ്ടി നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ GTS സെന്ററിൽ വന്നാൽ മതി. നമ്മുടെ ഓരോ GTS സെന്ററുകളിലും നമ്മുടെ ലീഡേഴ്സിന്റെ കാറുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥ മാത്രമേ ഇന്നുള്ളൂ. യെസ് ഓർ നോ? ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങുന്ന ഒന്നല്ല, ഓരോ പഞ്ചായത്തിലും ഓരോ സീലിംഗ് അച്ചീവർ ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എംആർഇ. ശരിയാണോ തെറ്റാണോ? ഇന്ന് ഉൽപ്പന്നങ്ങൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ കോയമ്പത്തൂരിലേക്കോ മംഗലാപുരത്തേക്കോ വണ്ടി കയറണ്ട. ഞങ്ങളൊക്കെ പുലർച്ചെ 4 മണിക്ക് മംഗലാപുരത്തേക്ക് ട്രെയിനിൽ കയറി പോയാൽ തിരിച്ച് വീട്ടിലെത്തുന്ന രാത്രി 1 മണിക്കാണ്. ഒരു ഉൽപ്പന്നം എടുക്കാൻ വേണ്ടി ഒരു ദിവസം. ഹലോ, ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്കും ആലപ്പുഴയിലേക്കും രാവിലെ 6 മണിക്ക് ജനശതാബ്ദി എക്സ്പ്രസ് കോഴിക്കോട് നിന്ന് കയറി പോയിട്ടാ ഞങ്ങൾക്കൊക്കെ ട്രെയിനിങ് കിട്ടിയത്. ഇന്ന് അതേ ട്രെയിനിങ് നമ്മളെ വീടിന്റെ ഉള്ളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീട് പല ആളുകളും ഡൈനിങ് ഹാളിലോ ബെഡ്റൂമിലോ എന്താ പറയാ എവിടെയാണോ വെച്ചിട്ട് അവിടെയാണ് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ഹലോ, അന്ന് എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനിങ് എടുക്കാൻ പറ്റിയ ലീഡേഴ്സ് ഇല്ല. ഇന്ന് നിരവധി ലീഡേഴ്സായി, ഇന്ന് നിരവധി ട്രെയിനേഴ്സായി. അനുകൂലമായ സാഹചര്യം ആരംഭിച്ചു കഴിഞ്ഞു. ഹലോ, എന്നിട്ട് നമ്മൾ പല ആളുകളും വെയിറ്റ് ചെയ്യാണ്, വേറെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നിനും നമ്മൾ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾക്ക് അനുകൂല സാഹചര്യമാണെങ്കിൽ ആഞ്ഞടിക്കണം. അനുകൂല സാഹചര്യങ്ങളെ ആഞ്ഞടിക്കുന്നവനാണ് സക്സസ് ആവുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പതുങ്ങിയിരിക്കുകയും അനുകൂലമായ സാഹചര്യം വരുന്ന സമയത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നവനാണ് സക്സസ് ആവുന്നത്. യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് അനുകൂലമായ സാഹചര്യം വരുന്ന ഫെബ്രുവരി മാസം, അടുത്ത മാസം ഫെബ്രുവരി മാസം 19-ാം തീയതി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്
ഔദ്യോഗികമായിട്ട് ലിസ്റ്റ് പുറപ്പെടുവിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലിസ്റ്റ് പുറപ്പെടുവിക്കാൻ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ആ മുഖ്യമന്ത്രി ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാമെന്ന് ഏറ്റു കഴിഞ്ഞു. ഹലോ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ സാഹചര്യം കിട്ടിയോ? ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ ഗവൺമെന്റ് ആണെങ്കിലും യൂണിയൻ ആണെങ്കിലും ഒന്നും അനുകൂലമല്ല. അവർക്കൊക്കെ സംശയമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഹലോ, ആളെ നശിപ്പിക്കുന്ന പരിപാടിയാണ്, ആളെ വഞ്ചിക്കുന്ന പരിപാടിയാണ്. എല്ലാവരും ഗവൺമെന്റ് ആയിക്കോട്ടെ, യൂണിയൻ രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ ഒക്കെ സംശയത്തോടു കൂടി വീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി. ഇന്നിപ്പോ അനുകൂലമായ സാഹചര്യമായി. ഇന്ന് ഓരോ യൂണിയനുകളും മത്സരിച്ചുകൊണ്ടിരിക്കുക മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. യെസ് ഓർ നോ? ഇന്ന് ഓരോ യൂണിയനും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കാം മെമ്പർഷിപ്പ്. കാരണം എന്താ? അവർക്ക് മനസ്സിലായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. യെസ് ഓർ നോ? അപ്പൊ രാഷ്ട്രീയ സംഘടനകള്, ഗവൺമെന്റ്, നമ്മുടെ കമ്പനി എല്ലാം നമുക്ക് എന്താണ്? സപ്പോർട്ടീവാണ്. ശരിയല്ലേ? ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് സപ്പോർട്ട് വേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്നാണ്. ഹലോ, സപ്പോർട്ട് ഓഫ് കമ്പനി നമുക്കുണ്ടോ? ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടോ? ഓരോ ജില്ലകളിലും നമുക്ക് പുതിയ ആളുകളെ ഡിസ്ട്രിബ്യൂട്ടറാക്കി കൊണ്ടുവരാൻ, പുതിയ ആളുകളെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിന് വേണ്ട GTS സെന്ററുകൾ കമ്പനി ആരംഭിച്ചിട്ടില്ലേ? നമ്മുടെ കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഹലോ, നിങ്ങൾ മലപ്പുറത്ത് പോയാൽ മലപ്പുറത്ത് GTS ഇല്ലേ? നിങ്ങൾ പാലക്കാട് പോയാൽ പാലക്കാട് GTS ഇല്ലേ? നിങ്ങൾ തമിഴ്നാട് പോയാൽ തമിഴ്നാട് GTS ഇല്ലേ? നിങ്ങൾ തിരുവനന്തപുരം പോയാൽ തിരുവനന്തപുരം GTS ഇല്ലേ? കഴിഞ്ഞ ഏപ്രിൽ മാസം ഞാൻ ബോംബെയിൽ പോയി. ഹലോ, കഴിഞ്ഞ ഏപ്രിൽ മാസം ഞാൻ ഒരു ഹോം മീറ്റിംഗ് എടുക്കുന്നതിന് വേണ്ടി ബോംബെയിൽ പോയി. അവിടുന്ന് എനിക്ക് പ്രവീൺ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടി. ഹലോ, അദ്ദേഹവുമായി ഞാൻ ബോംബെയിൽ പൻവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയ സമയത്ത് അവിടെ നമ്മുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ഔട്ട്ലെറ്റ് പോയി അദ്ദേഹത്തിന് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. അവിടെ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം രാത്രി 7 മണിക്ക് അവിടെ GTS നടക്കുന്നുണ്ട്. ഞാൻ ഈ പോയ സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ GTSന് കയറ്റി. ഹലോ, അവിടെ ഹിന്ദിയിലാണ് GTS. പ്രാദേശിക ഭാഷകളിൽ അതാത് സ്ഥലങ്ങളിൽ GTS ഇന്ന് കമ്പനി വെക്കുന്നുണ്ട്. ആ 5000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി, എനിക്ക് ഹിന്ദി അറിയില്ല, അദ്ദേഹത്തിന് ഹിന്ദി അറിയാം, മലയാളം അറിയാം. അദ്ദേഹം അവിടെ ആളുകളെ ആ 7 മണിക്കുള്ള GTSിലെ ആളുകളെ കൊണ്ടുപോയി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അദ്ദേഹം ഇന്ന് സ്റ്റാർ കഴിഞ്ഞ് റൂബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, അപ്പോ നമുക്ക് ഇവിടെ ഭാഷ ഒന്നും അറിയണ്ട. അതാത് ഭാഷകളിൽ കമ്പനി GTS കൊടുക്കുന്നുണ്ട്. നമ്മൾ ഭാഷ അറിയുന്ന ആളുകൾ അതിലേക്ക് കയറ്റിയാൽ മതി. ബോംബെയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് GTSും ഉണ്ട്. പ്രോഗ്രാം കേട്ട ആളുകൾക്ക് ഉൽപ്പന്നം എടുക്കാനുള്ള ഔട്ട്ലെറ്റും അവിടെ ഉണ്ട്. ഇത് ബോംബെയിൽ മാത്രമല്ല, ഓൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും എല്ലാ സിറ്റികളിലും നമ്മുടെ കമ്പനിയുടെ ഔട്ട്ലെറ്റും പ്രോഗ്രാം സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായോ? ഹലോ, അപ്പൊ കമ്പനിയുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഓക്കെയാ. രണ്ടാമത് വേണ്ട സപ്പോർട്ട് എവിടുന്നാ? രണ്ടാമത് വേണ്ട സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്നാ. ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലുള്ള പല ഫ്രോഡ് കമ്പനികളെയും തിരിച്ചറിയാൻ വേണ്ടി കമ്പനി ഇപ്പം അതിന് ലിസ്റ്റ് നമ്മൾ ഔദ്യോഗികമായ വെബ്സൈറ്റിലും നമ്മുടെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളും പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ 19-ാം തീയതി. അപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് നമുക്ക് അനുകൂലമായ സപ്പോർട്ട് കിട്ടിയോ? അപ്പൊ കമ്പനിയുടെ സപ്പോർട്ട് ഓക്കെ, ഗവൺമെന്റ് സപ്പോർട്ട് ഓക്കെ. ഹലോ, മൂന്നാമത് നമുക്ക് വേണ്ട സപ്പോർട്ട് എവിടെയാ? ഈ ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ മൂന്നാമത് നമുക്ക് വേണ്ട സപ്പോർട്ട് ടീമിന്റെ സപ്പോർട്ടാണ്. നമ്മുടെ ടീം ഏതാ? നമ്മുടെ ടീം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ടീമാ. ടീം GCയുടെ, ടീം AIGയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. യെസ് ഓർ നോ? നമ്മുടെ ടീം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ തരുന്നില്ലേ? ഇതുപോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഒരുക്കി തരുന്നില്ലേ? നമുക്ക് നാവിഗേറ്റർ പോലുള്ള പ്രോഗ്രാമുകൾ, മെഗാ പ്രോഗ്രാമുകൾ നമ്മുടെ ടീം കണ്ടക്ട് ചെയ്യുന്നില്ലേ? നമുക്ക് 1 ഡേ ട്രെയിനിങ്ങും 2 ഡേ ട്രെയിനിങ്ങും നമുക്ക് വേണ്ട എല്ലാവിധ ട്രെയിനിങ്ങും നമ്മളെ AIGയുടെ നേതൃത്വത്തിൽ നമുക്ക് തരുന്നില്ലേ? ഹലോ, ഓ ടീമിന്റെ സപ്പോർട്ട് ഇല്ലേ? ഗവൺമെന്റ് സപ്പോർട്ടായി, കമ്പനിയുടെ സപ്പോർട്ടായി, ടീമിന്റെ സപ്പോർട്ടായി. ഹലോ, എന്നിട്ടും പല ആളുകളും സക്സസ് ആവുന്നില്ല. എന്തുകൊണ്ട്? എന്നിട്ടും പല ആളുകൾക്കും സക്സസ് ആവാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3 സപ്പോർട്ട് കൊണ്ട് നമ്മൾ സക്സസ് ആവില്ല. 4ാമതൊരു സപ്പോർട്ട് കൂടി വേണം. അതെന്ന് പറയാൻ പറ്റുമോ? ആ 4ാമത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് സ്വന്തം ഫാമിലിയുടെ സപ്പോർട്ടാ. ഹലോ, ഈ 3 സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരാൾ സക്സസ് ആവൂല. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നല്ലൊരു ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുകയോ ഓടുകയോ ചെയ്യാം. ശരിയാണോ? എന്നാൽ ആ ഷൂവിൻ്റെ ഉള്ളിൽ ഒരു കല്ല് കുടിയാണ്ടല്ലോ ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല.
അതുപോലെ ഫാമിലിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല, കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളെ ഫാമിലിയിൽ നമുക്ക് സപ്പോർട്ട് വേണം. അപ്പൊ ഈ മോർണിംഗ് മീറ്റ് കേൾക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനെ, ഒന്ന് നിങ്ങളെ മക്കളെ, ഒന്ന് നിങ്ങളുടെ വൈഫിനെ ഒന്ന് പിടിച്ചിരുത്തണം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. എങ്കിലേ അവരുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഫാമിലി ആയിട്ട് നിങ്ങൾ മോർണിംഗ് മീറ്റ് കേൾക്കണം. ചിലപ്പോൾ ഒരു GTS വിളിച്ച് അവർ വന്നോണെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ പ്രായപൂർത്തിയായ മക്കള്, ചിലപ്പോൾ 18 20 വയസ്സുള്ള മക്കള് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം വിളിച്ചാൽ പറയും, ഉമ്മ അങ്ങോട്ട് പോയാൽ മതി, അച്ഛൻ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും, ഞാൻ ഇല്ലാന്ന് പറയും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവർ നിങ്ങൾ കയറ്റണം. അവർക്ക് ഈ ആശയം എന്താണ്, ഈ ബിസിനസ് എന്താണെന്ന് അവർ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇനി വരാൻ വേണ്ടി പോകുന്ന തലമുറ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന ബിസിനസ്സാണ്. നമ്മൾ ഓരോ GTS സെന്റർ പോകുന്ന സമയത്തും 18 20 22 വയസ്സുള്ള ചെറുപ്പക്കാരായ ആളുകൾ, യങ്സ്റ്റേഴ്സ് ഇന്ന് സീലിംഗ് അച്ചീവേഴ്സും വലിയ വലിയ റാങ്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആണോ അല്ലയോ? യെസ് ഓർ നോ? ആ സമയത്ത് നമ്മുടെ കുട്ടികളെ 30,000 40,000 10,000 പണിക്ക് വിടരുത്. ആഴ്ചയിൽ 2,10,000 കിട്ടുന്ന ഈ ഇൻഡസ്ട്രി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്, MIS എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ 4 സപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ 4-ല് 3 സപ്പോർട്ടും ഇല്ല, അല്ലെങ്കിൽ 2 സപ്പോർട്ടും ഇല്ല, ഗവൺമെന്റ് സപ്പോർട്ടും ഇല്ല, കമ്പനിയുടെ സപ്പോർട്ടും ഇല്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാ. ഹലോ, അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വിട്ടുപോവാതെ ഞങ്ങളെ ലീഡേഴ്സിൽ വിശ്വസിച്ചു, ഞങ്ങൾ കമ്പനിയിൽ വിശ്വസിച്ചു. കമ്പനി ഞങ്ങളോട് പറഞ്ഞു, ഓരോ ജില്ലയിലും ഔട്ട്ലെറ്റ് വരും, നിങ്ങൾ വിട്ടുപോകണ്ട, നിങ്ങൾ പിടിച്ചു നിൽക്ക്, നിങ്ങൾ പ്രവർത്തിക്ക്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 3 ഔട്ട്ലെറ്റ് വന്നില്ലേ? മലപ്പുറം ജില്ലയിൽ 3 ഔട്ട്ലെറ്റ് വന്നില്ലേ? ജില്ലയിൽ ഓരോ ഔട്ട്ലെറ്റ് അല്ല, ജില്ലയിൽ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഇന്ന് വന്നില്ലേ? എല്ലാ ജില്ലകളിലും കമ്പനിയുടെ പ്രോഗ്രാം വരും, പ്രോഗ്രാം വന്നില്ലേ? ഓരോ ജില്ലയിലും അച്ചീവേഴ്സ് വരും, വന്നില്ലേ? അന്ന് വിശ്വസിക്കാതെ, ലീഡേഴ്സ് പറഞ്ഞത് വിശ്വസിക്കാതെ, കമ്പനി പറഞ്ഞത് വിശ്വസിക്കാതെ മാറിപ്പോയ ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വെല്ലിസാറെ കൂടെ സ്റ്റാർട്ട് ചെയ്ത നിരവധി ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതേമാതിരി പ്രതികൂലമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ ക്വിറ്റ് ചെയ്തു, അവർ വിട്ടുപോയി. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് വെല്ലിസാറെ കൂടെ അന്ന് വെല്ലിസാറെ വിശ്വസിച്ചുകൊണ്ട് പിടിച്ചു നിന്ന ലീഡേഴ്സ് ഒക്കെ ഇന്ന് സഞ്ചരിക്കുന്നത് ആഡംബര കാറുകളിലാണ്, ലക്ഷറി വാഹനങ്ങളിൽ അന്ന് സഞ്ചരിക്കുന്നത്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഇന്ന് ലക്ഷറി ആയിട്ട് മാറി. യെസ് ഓർ നോ? എന്നാൽ അന്ന് ലീഡേഴ്സിനെ വിശ്വസിക്കാതെ, കമ്പനി വിശ്വസിക്കാതെ മാറിപ്പോയ ആളുകൾ ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ബിലീഫാണ്, വിശ്വാസം ഉണ്ടാക്കണം. നിങ്ങളെ കൊണ്ടുവന്ന ലീഡേഴ്സില്, ഈ കമ്പനിയില്, ഈ സിസ്റ്റത്തില് നിങ്ങൾ വിശ്വസിക്കണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? 100% വിശ്വാസമുണ്ട്. കമ്പനിയിലും സിസ്റ്റത്തിലും ലീഡേഴ്സിലും വിശ്വാസമുള്ള ആളുകളും തമ്പേതെ. ഈ മീറ്റിംഗിൽ നിന്ന് 385 പേരുണ്ട്. ഇപ്പൊ ഈ 385 പേരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണ്? നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ്? നിങ്ങൾക്ക് 100% വിശ്വാസം ഉണ്ടോ? വിശ്വാസമുള്ള ആളുകൾ തമ്പയാണ്. 387 പേരുടെയും തമ്പ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹലോ, കുറെ ആളുകൾ തമ്പയാണ്. വെരി ഗുഡ്. എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ച സമയത്ത് എന്റെ ലൈഫില് ആസ് എ പേഴ്സണൽ, എന്റെ ലൈഫിലും എന്റെ ടീമിലും ഉണ്ടായ മാറ്റങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ആ വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് മൈലേജിൽ എന്ത് തന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു. ഹലോ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് സാറേ, കാണുന്നുണ്ടാവോ? സ്ക്രീൻ ഷെയർ ആയിട്ടൊന്ന് പറഞ്ഞേ. യെസ് യെസ്, ഓക്കെ. ഇതാണ് നമ്മുടെ സ്ക്രീൻ. എനിക്ക് എന്തുകൊണ്ട് നേടാൻ സാധിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. യു ക്യാൻ വിഷ്വലൈസ് ഇറ്റ്, യു ക്യാൻ അച്ചീവ് ഇറ്റ്. നിങ്ങൾക്ക് എന്താണോ കാണാൻ സാധിക്കുന്നത്, എന്താണോ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നത്, അത് ഉറപ്പായിട്ട് നേടാൻ പറ്റും. ഹലോ, ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എന്റെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ പാഠമാണ്, ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് സീക്രട്ട് എന്ന് പറയുന്ന ബുക്കുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റുപോയ ബുക്കാണ്. ആ ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ്, ഇഫ് യു ക്യാൻ വിഷ്വലൈസ് ഇറ്റ്. നിങ്ങൾക്ക് എന്താണോ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്, എന്താണോ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. MI ലൈഫ് സ്റ്റൈലിലൂടെ നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തും, വലിയ റാങ്ക് അടിക്കും, ഞാൻ സീലിംഗ് അച്ചീവർ ആവും, ഞാൻ കാർ അച്ചീവർ ആവും എന്ന് ഇന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ 100% നിങ്ങൾക്കത് നേടാൻ സാധിക്കും. ഇഫ് യു ക്യാൻ വിഷ്വലൈസ് ഇറ്റ്, യു ക്യാൻ അച്ചീവ് ഇറ്റ്. ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. മൈ ലൈഫിൽ വന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഹലോ,
ഞാൻ മൈ ലൈഫിൽ വരുന്ന സമയത്ത് എന്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല. ഇന്ന് നമ്മുടെ കമ്പനി തായ്ലൻഡിലേക്ക് ട്രിപ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, ഒരു സാധാരണക്കാരന് ഫ്രീ ആയിട്ട് 7 സ്റ്റാർ ഫെസിലിറ്റിയിൽ ലോകത്തിലുള്ള വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ താമസിക്കുന്ന ഹോട്ടലുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവർക്ക് കിട്ടുന്ന എൻജോയ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി കമ്പനി നമുക്ക് തായ്ലൻഡ് ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഞാനും ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് കമ്പനി ഒരു ഫസ്റ്റത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ്, ആദ്യത്തെ ഇന്റർനാഷണൽ കൺവെൻഷൻ, അങ്ങനെ വേണം പറയാൻ. കാരണം കമ്പനിയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഇന്ത്യയിൽ വെച്ചിട്ടല്ല നടത്തിയത്, അത് മലേഷ്യയിൽ വെച്ചിട്ടാണ് നടത്തിയത്. ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് പല ആളോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്. അന്ന് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി, അന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മലേഷ്യയിൽ പോകുന്നതും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഹലോ, ഞാൻ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല. വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് പണിയാണെങ്കിലും നാട്ടിൽ നിന്ന് ചെയ്താൽ മതി എന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിച്ച ആളെ ഞാൻ. പക്ഷെ MI ലൈഫ് സ്റ്റൈലിൽ വന്ന സമയത്ത് എന്നെ MI ലൈഫ് സ്റ്റൈൽ വിഷ്വലൈസ് ചെയ്യാൻ പഠിപ്പിച്ചു. ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 13 ആഴ്ച കൊണ്ട് 8 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ആദ്യമായി ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് വിൻ ചെയ്തു. ഹലോ, നിങ്ങളെല്ലാവരുടെയും ഒരു തമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൈയടിക്കാൻ പറ്റൂലല്ലോ, മോർണിംഗ് മീറ്റ് അല്ലേ. നിങ്ങൾ തമ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഓടിയിട്ട് അന്ന് വലിയ ടീമൊന്നുമില്ല, ജസ്റ്റ് ATCയോ ആ റാങ്കിൽ നിന്നാണ് ഞാൻ ഈ ഫസ്റ്റ് ഇന്റർനാഷണൽ, എന്റെ ലൈഫിലെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ വിത്ത് മൈ ലൈഫ് സ്റ്റൈൽ. ആദ്യമായിട്ട് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത്, ആ പാസ്പോർട്ടിൽ ആദ്യമായിട്ട് വിസ അടിക്കുന്നത് ജോബ് വിസയല്ല, ടൂർ വിസയാണ്. ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്ത് ആ പാസ്പോർട്ടിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് വിസ അടിക്കുന്ന സമയത്ത് അതിൽ ടൂർ വിസയാണ് അടിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ വിദേശത്ത് പോകാറുണ്ട് അല്ലേ, പോകാറില്ലേ? 99% ആളുകളുടെയും പാസ്പോർട്ട് എടുത്ത് നിങ്ങൾ വിസ നോക്കിയേ, ആ വിസയിൽ കാണാം ജോബ് വിസ. എന്നാൽ MI ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, MI ലൈഫ് സ്റ്റൈൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാണ്, നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു ടൂർ വിസയല്ല, ഒരുപാട് ടൂർ വിസ വരും. നോ ഡൗട്ട്. സൗജന്യമായിട്ട് നമ്മളെ വിദേശ രാജ്യത്ത് കൊണ്ടുവരും. എന്റെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ലീഡേഴ്സ് ബെന്നി സാറ്, ശൈലേഷ് സാറ്, ബിജു BK സാറ് അല്ലെ, നമ്മുടെ ഷാഹിദ് സാറ് നമുക്ക് ഇതിൽ കാണാം. കണ്ടോ, നമ്മുടെ സൽമാ മാഡത്തെ, എന്റെ ബ്രാഞ്ച് 1 ഡിസ്ട്രിബ്യൂട്ടറാണ് സൽമാ മാഡം. എന്റെ ബ്രാഞ്ച് 2 ഡിസ്ട്രിബ്യൂട്ടറാണ്, ലീഡറാണ് നമ്മുടെ ഷിജു ജോൺ സാർ. എന്റെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 ഓരോ ലീഡേഴ്സിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത്, ഒറ്റയ്ക്ക് പോയതല്ല. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിയാണത്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും കൂടി ഒരുമിച്ച് പോകാൻ പറ്റും. നമുക്ക് ഒറ്റയ്ക്ക് മാത്രം വിജയിക്കുന്ന ബിസിനസ് അല്ല ഇത്. എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാ. അവിടെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു കോടീശ്വരന്മാർ എങ്ങനെയാണോ താമസിക്കുന്നത് അതുപോലെ ഞങ്ങളെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഏറ്റവും വലിയ ഫെസിലിറ്റി, ഏറ്റവും വലിയ ഹോട്ടലുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുഡ്, ഏറ്റവും വലിയ സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. 7 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് പല ആൾക്കും തിരിച്ചു നാട്ടിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞങ്ങൾക്ക് അവിടെ തന്നെ കൂടാനാ തോന്നി. സത്യം പറയാലോ, അത്രയും വലിയ ഫെസിലിറ്റി അല്ലേ തരുന്നത്. അങ്ങനെ ഞങ്ങള് ആർമാദിച്ചു. എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടിൻ ടവർ, അത് മലേഷ്യയിലാണ്, പെട്രോണാസ് ടവർ എന്നതിന്റെ പേര്. ഈ ടവറിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ മീറ്റിംഗ് കൺവെൻഷൻ സെന്റർ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടിയത്. അവിടെ നമ്മുടെ കമ്പനിയുടെ MD ആയ പ്രവീൺ ജെയിൻ ചന്ദ്രസംഗ്രായങ്ങളെ കണ്ടു, പരിചയപ്പെട്ടു. അദ്ദേഹത്തെ പോലെ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യൻ ഇന്ന് ലോകത്ത് വേറെ ഇല്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വലിയ കാഴ്ചപ്പാടാ. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആണെങ്കിൽ അദ്ദേഹം പറയാണ്, വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഏഷ്യയിലെ നമ്പർ 1 ആവും. 2030 നമ്മൾ ലോകത്തിൽ നമ്പർ 1 ആവും. ഇങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു ലീഡറെ കൂടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്നു. എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. കമ്പനിയുടെ വലുപ്പം എനിക്ക് മനസ്സിലായി, കമ്പനിയുടെ വിഷൻ എനിക്ക് മനസ്സിലായി. ശക്തമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് സ്പ്ലെൻഡർ ബൈക്കിലാണ് ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചത്. ആ സ്പ്ലെൻഡർ ബൈക്ക് ഓടിച്ച് ഏകദേശം ഒരുപാട് കിലോമീറ്റർ ഞാൻ ആ ബൈക്ക് ഓടിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണം, ഇത്ര മാത്രമായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ ബെന്നി സാറ് ചോദിച്ചു, നമുക്ക് ഒരു ദിവസം നമുക്ക് 10 വണ്ടി ഇറക്കണം. എത്ര ലീഡേഴ്സ് തയ്യാറാണ്? ഞാൻ കൈവന്ദിച്ചു, ഞാനുണ്ട്. കാരണം എന്താ, എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്ന ഒരു 4 വീലർ. അങ്ങനെ 10 വാഹനം ഞങ്ങൾ ഒരു ദിവസം ഇറക്കി. അതിലൊരു വാഹനം എന്റെ വാഹനമായിരുന്നു, മാരുതി ഓൾട്ടോ. 10 വണ്ടി ഒരുമിച്ച് ഇറക്കി. എന്താ പറയുക, ചരിത്രം സൃഷ്ടിച്ച ടീമാണ് AIG. അന്ന് എന്റെ ലൈഫിലേക്ക് ആദ്യത്തെ 4 വീലർ കടന്നു വന്നു. ശക്തമായിട്ട് വീണ്ടും പ്രവർത്തിച്ചു. ടീം വലുതായി. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ബിസിനസ് വ്യാപിച്ചു. രാവിലെ നേരത്തെ ഏർലി മോർണിംഗ് വിട്ടുനിറങ്ങും, രാത്രി ലേറ്റ് ആയിട്ട് വീട്ടിൽ വരും. നമ്മുടെ ഗ്രേറ്റ് ലീഡറായ അനീഷ് ബാബു സാറിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. അദ്ദേഹത്തിന്റെ വാക്ക് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും.
അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ മീറ്റിംഗിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നങ്ങൾ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ, ഈ മീറ്റിംഗിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നങ്ങൾ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുകയും രാത്രി 1 മണിക്കൂർ നേരം വൈകി ഉറങ്ങുകയും ചെയ്താൽ മതി. അത്രേ പ്രശ്നങ്ങളെ പല ആളുകൾക്കുള്ളൂ എന്ന്. ഹലോ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രവർത്തിക്കുന്ന സമയം കുറച്ചും കൂടി വർദ്ധിപ്പിച്ചാൽ മതി, ഞങ്ങളുടെ സകലമായ പ്രശ്നങ്ങളും തീരും. അങ്ങനെ ഞാൻ ഓരോ മണിക്കൂറല്ല 12 മണിക്കൂർ വരെ ഡെയിലി പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് എന്നെക്കാട്ടും സീരിയസ് ആയ, എന്നെക്കാട്ടും ആവശ്യമുള്ള, എന്നെക്കാട്ടും ആവേശമുള്ള ഒരുപാട് ലീഡേഴ്സ് എന്റെ ടീമിലേക്ക് കടന്നു വന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെയും സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങണം. യെസ് ഓർ നോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങുന്ന? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത്? ഒന്ന് നിങ്ങൾ തമ്പ് ചെയ്യോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? 412 പേര് ഈ മീറ്റിംഗിലുണ്ട്. 412 പേരുടെയും ചോദിക്കുകയാണ് 2,10,000 സീലിംഗ് അച്ചീവർ ആവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെള്ളി സാറോട് പറഞ്ഞത് എന്താ അറിയോ? എനിക്ക് 2,10,000 വേണ്ട സാറേ, എനിക്കൊരു മാസം 10,000 രൂപ കിട്ടിയാൽ മതി. ഒരു പാർട്ട് ടൈം ആയിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഒരു 10,000 രൂപ വരുമാനം കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാ. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബാധ്യതകളും ഉണ്ട്. ഒരു 10,000-35,000 രൂപ എനിക്ക് എല്ലാ മാസവും വേണമായിരുന്നു. ആ സമയത്ത് ഒരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ബാക്കി നോക്കിയാൽ പോലെ, അതായിരുന്നു എന്റെ ചിന്ത. പക്ഷെ ഞാൻ ശക്തമായിട്ട് മൈ ലൈഫിനെ സ്നേഹിച്ചു, ശക്തമായി മൈ ലൈഫിൽ പ്രവർത്തിച്ചു. ഞാനും എന്റെ ടീമും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്ത് എന്റെ അക്കൗണ്ടിലേക്കും കമ്പനി എനിക്ക് 2,10,000 അയച്ചു തന്നു. വെറുതെ അയച്ചു തന്നതല്ല, കൃത്യമായ പ്ലാനിങ്, കൃത്യമായ വിഷ്വലൈസേഷൻ. നമ്മുടെ 436ാമത്തെ വീക്ക്, ഇതേ വീക്കിൽ തന്നെയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ബിജു BK സാറും സീലിംഗ് അച്ചീവർ ആവുന്നത്. ഹലോ, ബിജു BK സാർ സീലിംഗ് അച്ചീവർ ആവുന്നതിന്റെ 2 ദിവസം മുന്നേ എനിക്ക് സീലിംഗ് അച്ചീവർ ആവാൻ സാധിച്ചു. കാരണം നമ്മുടെ അപ്ലൈനെക്കാട്ടും മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളെല്ലാവരും പറയുന്നത്. നിങ്ങളെ കൊണ്ടുവന്ന ആരായിക്കോട്ടെ, നിങ്ങൾ അപ്ലൈൻ ചെയ്ത ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം മത്സരിക്കേണ്ടത് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സിനോടാണ്. അപ്ലൈൻ ലീഡേഴ്സ് നിൽക്കുന്ന റാങ്കിലേക്ക് നിങ്ങൾക്കും നിൽക്കാം, വേണമെങ്കിൽ അതിന്റെ മുകളിലെ റാങ്കിലേക്ക് നിൽക്കാം. ഞാൻ എന്റെ 3 അപ്ലൈൻ ലീഡർ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഞാൻ സീലിംഗ് അച്ചീവർ ആയത്. ഹലോ, നിങ്ങൾ ആരും കൈയടിക്കുന്ന തമ്പയൊന്നുമില്ലല്ലോ. എന്റെ പ്രധാനപ്പെട്ട നേട്ടം പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങിയതാണ് സാർ. സീലിംഗ് അച്ചീവർ ആയ സമയത്ത് വീണ്ടും ടീം കൂടി, ഇന്ന് നിരവധി ലീഡേഴ്സ് വീണ്ടും സീരിയസ് ആയി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്റെ വരുമാനം കൂടി, എന്റെ റാങ്ക് മാറി. നിലവിൽ ഞാൻ നിൽക്കുന്ന റാങ്ക് കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർഷിപ്പിലായ നാഷണൽ ടീം കോർഡിനേറ്ററിലാണ്. നാഷണൽ ടീം കോർഡിനേറ്ററായി ടീം കൂടി, നമ്മുടെ വരുമാനം കൂടി. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തേ പറ്റൂ. മാരുതി ഓട്ടോയിൽ പിന്നെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. മാരുതി ഓട്ടോ ഇറങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ എന്നെ കളിയാക്കി. എന്ത് ഓട്ടോ അല്ലേ, അത് 6 മാസം കൊണ്ട് കമ്പനി പിടിച്ചു കൊണ്ടുപോകും, സീറ്റ് പിടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കളിയാക്കി. ഹലോ, അവരുടെ കളിയാക്കൽ ഫലിച്ചു. എന്റെ കാർ പോയി, എന്റെ ഓട്ടോ പോയി. ആ സ്ഥാനത്ത് 14 ലക്ഷം രൂപയുടെ ഒരു കിയ സോണറ്റ് എന്ന് പറയുന്ന വാഹനത്തിലാണ് ഞാൻ ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു റെക്കോർഡും കൂടി അവിടെ പിറന്നു. ഏസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്റെ GCL എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ റെഡി ക്യാഷിൽ ഫുൾ പേയ്മെന്റിൽ വണ്ടി ഇറക്കുന്ന ഒരേ ഒരു ലീഡറായി എനിക്ക് മാറാൻ സാധിച്ചു. MI ലൈഫ് സ്റ്റൈലിന്റെ പൈസയാണ് കേട്ടോ, വേറെ പൈസയല്ല. ഹലോ, ആർക്കും പറ്റും. സ്വപ്നം കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ആർക്കും സാധിക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. എന്റെ ഫാദർ എന്ന് പറഞ്ഞ സാധാരണ ഒരു ഡ്രൈവറാണ്. അദ്ദേഹം വണ്ടി ഓടിച്ചു പോയ വഴികളിലൂടെ എനിക്കും ഓടിക്കണം. എന്താ അറിയോ? മെഴ്സിഡസ് ബെൻസ് എനിക്കും ഓടിക്കണം. എന്താ ഓടിച്ചാൽ എന്താ? ഹലോ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധനം എന്താ? MI ലൈഫ് സ്റ്റൈൽ അല്ലേ? ആണോ? അല്ലേ? പിന്നെ നമുക്ക് എന്താ സ്വപ്നം കണ്ടാൽ എന്താ? നമ്മൾ എന്തിനാ പിന്നെ പിശുക്ക് കാണിക്കുന്ന സ്വപ്നം കാണുന്നവര്? ആ സ്വപ്നം ലോകത്തോട് വിളിച്ചു പറയുന്നവര് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഞാൻ വിളിച്ചു പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം എന്റെ കയ്യിലുള്ളത് MI ലൈഫ് സ്റ്റൈലാണ്. എന്റെ കയ്യിലുള്ളത് ശക്തമായ ടീമാണ്. എന്റെ കൂടെ നിൽക്കുന്നത് ശക്തരായ ലീഡേഴ്സ് ആണ്. പിന്നെ ഞാൻ എന്തിനാ ഭയക്കുന്നത്? എല്ലാ മാസവും പെർഫോമൻസ് ബോണസ് അച്ചീവ്മെന്റ്. ഹലോ, ഈ ബിസിനസ്സിൽ നിങ്ങൾ ഏത് റാങ്കിലായിക്കോട്ടെ, TC ആയിക്കോട്ടെ, ATC ആയിക്കോട്ടെ, DTC ആയിക്കോട്ടെ, ZTC ആയിക്കോട്ടെ, ഏത് റാങ്ക് ആയിക്കോട്ടെ, ആ റാങ്കിനെ അന്വർത്ഥമാക്കുന്നത് ആ റാങ്കിൽ നിങ്ങൾ ഓരോ മാസവും പഠിക്കുന്ന പെർഫോമൻസ് ബോണസ് ആണ്. നിങ്ങൾ TC ലീഡർ ആണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ TC ആവുന്നത് എപ്പോഴാണെന്ന് അറിയോ? നിങ്ങൾ പെർഫോമൻസ് ബോണസ് അടിക്കുമ്പോഴാണ്. അല്ലാതെ വെറും പേരിന് മാത്രമേ TC ഉള്ളൂ.
നിങ്ങൾ DTC ആണെങ്കിൽ ആ DTC ആണെന്ന് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ പെർഫോമൻസ് ബോണസും ലോയൽറ്റി ബോണസും അടിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ DTC അല്ല, പേരിൽ DTC ആണ്. പ്രവർത്തനം കൊണ്ട് നിങ്ങൾ DTC ആവുന്ന എപ്പോഴാ? അതിന്റെ പെർഫോമൻസ് ബോണസ് അടിക്കുമ്പോഴാണ്. യെസ് ഓർ നോ? അങ്ങനെ നിങ്ങൾ എല്ലാ അച്ചീവ്മെന്റ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക? നേടുക. ഇവിടെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റായിട്ട് ഒന്നുമില്ല. എഫേർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ? എന്താണ് ഈ എഫേർട്ട് എന്ന് പറയുന്നത്? എന്താ എഫേർട്ട് എന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ 20% ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിന്ന് 20% നിങ്ങൾ എഫേർട്ട് കൂട്ടിയാൽ 80% റിസൾട്ട് കിട്ടും. ഹലോ, ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയം 5 മണിക്കൂറാണെങ്കിൽ അത് 2 മണിക്കൂർ നിങ്ങൾ കൂട്ട്, നിങ്ങൾ റിസൾട്ട് എന്താവും? 10 മടങ്ങായി കൂടും. ഈ ഒരു റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കി. പലപ്പോഴും പല ആളുകളും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചെയ്യുന്ന പണിയാണ് MI ലിസ്റ്റ്. സാറേ നാളെ എനിക്ക് കല്യാണത്തിന് പോകാണ്ട്, നാളെ എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാണ്ട്, നാളെ എനിക്ക് വില്ലേജ് ഓഫീസിൽ പോകാണ്ട്, നാളെ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? മൈ ലൈഫ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരുടെ ബിസിനസ് അല്ല മൈ ലിസ്റ്റ്. എല്ലാം മാറ്റി വെച്ച് ചെയ്യുന്നവരുടെ ബിസിനസ്സാണ് മൈ ലിസ്റ്റ്. ഹലോ, ഞാൻ മെനിയാന്ന് പോയതാണ്. മെനിയാന്ന് ഞാൻ തൃശ്ശൂരിൽ പോയതാണ്. ഇന്നലെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. ഇന്നലെ ഞാൻ മലപ്പുറത്താണ്. ഇന്നലെ ലേറ്റ് നൈറ്റാണ് ഞാൻ എത്തിയത്. അയ്യൂബ് സാർ വന്ന സമയത്ത് ഞായറാഴ്ച തിങ്കളാഴ്ച വന്ന സമയത്ത് ഞാൻ ചൊവ്വാഴ്ച കൊടുത്ത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഇവിടെ സ്ഥലത്തില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുക. പഠിച്ചോ അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഓടാനുള്ള ആയുസ്സും ആരോഗ്യവും തന്നിട്ടുണ്ട്. ഇപ്പോ യെസ് ഓർ നോ? ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന 418 പേർക്കും കണ്ണിന് കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താ? നിങ്ങൾ എല്ലാവരും മോർണിംഗ് മീറ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ ചെവിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താ? നിങ്ങൾ ഈ മോർണിംഗ് മീറ്റ് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എണീച്ച് നടക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം എന്താ? നമുക്ക് ആരോഗ്യമുണ്ട്. ഹലോ, ഇതൊന്നും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. യെസ് ഓർ നോ? അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഭാഗ്യവാന്മാരാണ്. അപ്പൊ പഠിച്ചോ നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, അത് എഫേർട്ട് എടുക്കാൻ വേണ്ടിയാണ്, അത് തുരുമ്പെടുക്കാൻ വേണ്ടിയല്ല. യെസ് ഓർ നോ? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ശക്തമായൊരു തീരുമാനമെടുക്കണം. നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടണം. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. എന്നാലേ നമുക്ക് നല്ല മനസ്സുണ്ടാവുകയുള്ളൂ. നല്ല ശരീരത്തിലെ നല്ല മനസ്സുണ്ടാവുകയുള്ളൂ. നമ്മൾ വെൽനസ് ഉൽപ്പന്നങ്ങൾ കഴിക്കണം. നമ്മൾ മെന്റൽ സ്ട്രെങ്ത് കൂട്ടണം. ഹലോ, നമ്മള് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് വേണ്ട ഫിസിക്കലായുള്ള സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സിന് വേണ്ട സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കണം. ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് മീറ്റ് കയറുന്ന ആളുകൾക്ക് കിട്ടുന്നത് എന്താണ്? ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ്. ഇന്ന് നമ്മൾ രാവിലെ കിട്ടുന്നത് മനസ്സിന് വേണ്ട ഭക്ഷണമാണ്. അപ്പൊ ശരീരത്തിന് മാത്രം ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഫുഡ് കൊടുക്കണം. മെന്റൽ സ്ട്രെങ്ത് കൂട്ടണം സാർ. ഈ മെന്റൽ സ്ട്രെങ്ത് കൂട്ടുന്നത് എങ്ങനെയാ? നിരന്തരമായ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കൂ. ഈ ബിസിനസ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് വരും. ഒരുപാട് ആളുകൾ നമ്മളെ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ആ റിജക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണമെങ്കിൽ നമുക്ക് നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം. നല്ല തടിയും നല്ല വണ്ണം ഉണ്ടായിരിച്ചിട്ട് നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിക്കോണമെന്നില്ല. ഹലോ, മെന്റൽ സ്ട്രെങ്ത് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അത് നമുക്ക് അനുഭവിക്കാനേ പറ്റൂ. സോ നിങ്ങൾ മാക്സിമം ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതാണ് മെന്റൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. നോളജ് ഉണ്ടാക്കുക. നമുക്കറിയാം, ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിന് ആവശ്യമായ നോളജ് ഉണ്ടാക്കുക. അറിവാണ് ശക്തി. യെസ് ഓർ നോ? അറിവാണ് ശക്തി. ഈ അറിവാണ് നമുക്ക് ഇൻകം ഉണ്ടാക്കി തരുന്നത്. ഈ അറിവാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോളജ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ, എത്ര ട്രെയിനിങ് പ്രോഗ്രാം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ. ഒരു മടിയും ഒരു പിശുക്കും നിങ്ങൾ അതിൽ കാണിക്കണ്ട. ഹലോ, പല ആളുകൾക്കും ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ പോയിട്ട് ഫീസ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഞാൻ വീണ്ടും പറയാണ്, ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് അവരാണ് ബിസിനസ്സുകാരായി മാറുന്നത്. ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് എന്താ അറിയോ? ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ആർ യു റെഡി? സാർ, ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഞാൻ 30 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാമിന് 30 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ് എനിക്ക് നോളജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഞാൻ 100 രൂപ പ്രോഗ്രാമിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഞാൻ 500 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ 2000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ 5000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ നോളജ് ഉണ്ടാവണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. വെറുതെ ഫ്രീ ആയിട്ട് നോളജ് കിട്ടൂല. യെസ് ഓർ നോ? യെസ്. MI രജിസ്റ്ററിൽ വന്ന് നിരവധി പ്രോഗ്രാമുകളിലൂടെയാണ് എനിക്ക് MI രജിസ്റ്റർ എന്താണെന്ന് മനസ്സിലായത്. വീട്ടിലിരുന്നുകൊണ്ടല്ല. ഞാൻ 5000 രൂപ കൊടുത്ത് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ 10,000 രൂപ കൊടുത്ത് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ 15,000 രൂപ കൊടുത്ത് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ഹലോ, ആ
ട്രെയിനിങ് ആണ് എനിക്ക് അറിവുണ്ടാക്കി തന്നത്. ആ അറിവാണ് എനിക്കിന്ന് ഈ ഒരു മികച്ച ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി തന്നത്. യെസ് ഓർ നോ? സൗജന്യമായിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. പല ആളുകൾക്ക് എന്താ പ്രശ്നം അറിയോ? ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര മടിയാണ്. സാറ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം അല്ലേ? നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ എന്ന് പറയണം. നമ്മൾ യെസ് എന്ന് പറയേണ്ട സ്ഥലത്ത് മാത്രമേ യെസ് പറയാൻ പാടുള്ളൂ അല്ലെ? ഹാൻഡിൽ ദ റിജക്ഷൻസ്. പല റിജക്ഷൻസ് നമുക്ക് വരും. ആ റിജക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിക്കണം. ഈ ഒരു ബിസിനസ്സിൽ നിരവധി ആളുകൾ കടന്നു വരും അല്ലെ? ഒരുപാട് മനുഷ്യന്മാർ കടന്നു വരും. വ്യത്യസ്ത ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാ, വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളാ. അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കൊടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ റിജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യണം. ചേഞ്ച് ചെയ്യണം സാർ, ചേഞ്ച് വേണം. നമുക്ക് ചേഞ്ച് ഇല്ല നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുക? MI ലൈഫ് സ്റ്റൈൽ വരുന്നതിന് മുമ്പേ ഉള്ള അതേ ഒരു ചിന്താഗതിയിൽ നമുക്ക് ഒരിക്കലും മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം, നിങ്ങൾ 40 വർഷം, നമ്മുടെ പ്രായത്തിന്റെ എന്തുണ്ട്, അത്രയും വർഷമുണ്ട് നമ്മുടെ ചിന്താഗതിക്ക്. യെസ് ഓർ നോ? നിങ്ങൾക്ക് ഇന്ന് 30 വയസ്സാണെങ്കിൽ 30 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് 40 വയസ്സാണെങ്കിൽ 40 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ചിന്താഗതി ഉണ്ടാവും, നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഈ ആറ്റിറ്റ്യൂഡാണ് മൈ ലൈഫിൽ നിങ്ങൾ മാറ്റേണ്ടത്. പഴയ ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് മൈ ലൈഫിലേക്ക് ഇറങ്ങരുത്. നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല. പുതിയ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് മൈ ലൈഫിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലെ? ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് പരുന്താണ്. ഈ പരുന്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പരുന്തെന്ന് പറയുന്നത് അസാമാന്യമായ കഴിവുള്ള ഒരു ജീവിയാണ്. ഒരുപാട് ദൂരങ്ങളിൽ നിന്നുകൊണ്ടും താഴത്തുള്ള സൂക്ഷ്മമായ ജീവിയെ പോലും കണ്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ജീവിയാണ് പരുന്തെന്ന് പറയുന്നത്. ശരിയാണോ? അതിന് ഭയങ്കര ഷാർപ്പ്നെസ് ആണ്, ഭയങ്കര ഫോക്കസ് ആണ്. ഒരു കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ അത് നേടുന്നത് വരെ അതിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പരുന്തിനുണ്ട്. ശരിയാണോ? പക്ഷെ പരുന്തിന് പ്രശ്നമുണ്ട്. 40 വയസ്സാകുമ്പോഴേക്കും പരുന്തിന്റെ ചിറകുകളൊക്കെ കൊഴിയാൻ തുടങ്ങും. 40 വയസ്സാകുമ്പോഴേക്കും അത് ആ പരുന്തിന്റെയും സ്വന്തമായിട്ട് ഏതെങ്കിലും പാറക്കെട്ടിന്റെ മുകളിൽ പോയിരുന്നിട്ട്, ആരും കാണാൻ സ്ഥലത്ത് പോയിരുന്നിട്ട് സ്വന്തം ചിറകുകൾ കൊത്തി ഇളക്കി, സ്വന്തം കൊക്കുകൾ പാറയുടെ മുകളിലിട്ട് ഉരച്ച് വേദന സഹിച്ചുകൊണ്ട്, ഒരുപാട് വേദന സഹിച്ചുകൊണ്ട് ആ പരുന്തിന്റെയും ആ കൊക്കുകളും ചിറകുകളും എല്ലാം പൊട്ടിച്ച് പുതിയതിനു വേണ്ടി കാത്തിരിക്കും. ആ ഒരു കാത്തിരിപ്പാണ് വീണ്ടും 100 വർഷം പരുന്തിനെ ജീവിപ്പിക്കുന്നത്. നമ്മുടെ ലൈഫിലും ഇതുപോലെ പ്രതിസന്ധി വരും. ഈ വരുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവും. ആ വേദനയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു പുതിയ ലൈഫ് കിട്ടും. അതാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫില് ഇതേപോലെ തന്നെ വേദനയിലൂടെ കടന്നു പോയാൽ മാത്രമേ പുതിയൊരു ലൈഫ് നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു ചേഞ്ചിന് നമ്മൾ വിധേയമാവണം. ആർ യു റെഡി? MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ ആ MI ലൈഫ് സ്റ്റൈൽ നമ്മളെ കയ്യിൽ കിട്ടിയാൽ പരുന്ത് ചിറകുകൾ കൊത്തി അകറ്റുന്ന മാതിരി, കൊക്കുകൾ പാറക്കെട്ടിൽ വെച്ച് അടിച്ചുടയ്ക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അത് ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് പുതിയൊരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ. അതാണ് MI ലൈഫിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഡിസൈഡ് ടു ചേഞ്ച് യുവർ സെൽഫ്. മാറാൻ തയ്യാറായേ പറ്റൂ. MI ലൈഫ് സ്റ്റൈലിൽ വന്നാൽ മൈ ലൈഫ് എന്താണോ പറയുന്നത്, മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊള്ളണം. നമുക്ക് വേണ്ടിയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാറൂല, നമുക്ക് വേണ്ടി ബിസിനസ് മാറൂല, ബിസിനസിന് വേണ്ടി നമ്മൾ മാറണം. ആർ യു റെഡി? ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന 417 ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കംഫർട്ട് സോണിൽ നിന്നും കംഫർട്ട് സോൺ വേണമെങ്കിൽ നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരിക്കാം. പക്ഷെ സക്സസിന്റെ വഴി അതല്ല. സക്സസിന്റെ വഴി കംഫർട്ട് സോൺ അല്ല. സുരക്ഷിതമായിട്ട് ഇരിക്കലല്ല കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മൾ റിസ്ക് എടുക്കലാണ്, നമ്മൾ ത്യാഗം അനുഭവിക്കലാണ്, നമ്മൾ എന്താ പറയാ, നമ്മൾ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുക്കലാണ് ഈ പറയുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ആരാണോ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത്, രാവിലെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഉറക്കം മാറ്റി വെച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മളെ മോർണിംഗ് മീറ്റ് കയറുക എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യലല്ലേ? ആണോ അല്ലയോ? എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഉറക്കം മാറ്റി വെച്ചുകൊണ്ടാണ് ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത്. നമ്മൾ സക്സസിന്റെ പാതയിലാണ്. ഹലോ, എല്ലാവരും പല ഫംഗ്ഷനും പോകുന്ന സമയത്ത് പല ഫംഗ്ഷനും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കമ്പനിയുടെ പ്രോഗ്രാമിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്.
എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ വീട് വിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ബിസിനസ്സിന് വേണ്ടി വീട് വിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസിന്റെ പാതയിലാണ്. അതല്ല, നമ്മുടെ ഐഡിയ അടിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിലാണ്. നിങ്ങളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? കംഫർട്ട് സോണിലാണോ സക്സസിന്റെ റൂട്ടിലാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സ്വയം ചിന്തിച്ചു നോക്കിയേ. ഞാനിപ്പോ കംഫർട്ട് സോണാന്ന് പറയണമെങ്കിൽ ഞാൻ സക്സസിന്റെ പാതയിലല്ല. സക്സസിന്റെ പാത എന്ന് പറയുന്നത് എന്താണ്? കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യലാണ്. ആരും റെഡി? എത്ര പേര് തയ്യാറുണ്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ? സുരക്ഷിത വലയം ഭേദിച്ചുകൊണ്ട് സക്സസിന്റെ പാതയിലേക്ക് വരാൻ എത്ര പേര് തയ്യാറാണ്? ആ തയ്യാറാവുന്ന ആളുകൾ ഒന്നാമത്തെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത്തെ ലിസ്റ്റ് നിങ്ങൾ MI ലൈഫ്സ്റ്റൈലിനെ കൊടുക്കണം. ഞാൻ മൈ ലൈഫിൽ ലീഡർ ആണ്, മൈ ലൈഫിൽ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് യാതൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അവിടെ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ മൈ ലൈഫ്സ്റ്റൈൽ ഒന്നാം സ്ഥാനത്ത് കൊടുക്കണം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനത്തോടെ കാണുന്നത് MI ലൈഫ്സ്റ്റൈൽ ആണെങ്കിൽ അവിടെ ഒന്നാം സ്ഥാനം മൈ ലൈഫ്സ്റ്റൈൽ ആണ് സാർ. അത് കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി 2ഉം 3ഉം ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഒന്നാം സ്ഥാനത്തല്ല മൈ ലൈഫ്സ്റ്റൈൽ, 3ആം സ്ഥാനത്തോ 4ആം സ്ഥാനത്തോ 5ആം സ്ഥാനത്തോ ആണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. അത് നിങ്ങൾ എന്നാണോ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് അവിടെ നമ്മുടെ ലൈഫ് മാറി തുടങ്ങും. ആരും റെഡി? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് മുതൽ പ്രയോറിറ്റി ലിസ്റ്റിൽ മുൻഗണന കൊടുത്തുകൊണ്ട് ശക്തമായ തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോവാം. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇവിടെ ഇന്നും നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം.